ഗുഡ് മോർണിംഗ്. ഇതുണ്ടോ, നമ്മൾ ചെറുപ്പത്തിൽ ഞങ്ങൾ ചെറിയ കുട്ടികളായ സമയത്ത് മുതൽ കാണുന്ന ഒരു വണ്ടിയാണിത്. ചൂടുകാലത്ത് അതുകൊണ്ട് കൊണ്ടുവന്നതാണ് ഐസ് വണ്ടി. നാട്ടിലൊക്കെ എത്ര പൈസ കൊടുത്തിട്ടൊക്കെ ഐസ് വാങ്ങുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ മോട്ടറിൻ്റെ പണി നടക്കാം. അച്ഛനും പ്ലംബർ ബയ്യും കൂടെ മോട്ടറിൻ്റെ പണി നടക്കാണ്. ഒരാളിവിടെ പുറത്ത് പോയി നടന്നു വന്നതിന് ക്ഷീണത്തിൽ ഫാനൊക്കെ ഇട്ടിട്ട് റെസ്റ്റ് ചെയ്യാണ്. ഞാൻ ചായ ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും കുടിച്ചു കഴിഞ്ഞു. പക്ഷേ എൻ്റെ ചായ കുറച്ച് കൂടുതലുണ്ട്. ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ ഇവിടെ എന്തോ പരിപാടി ഉണ്ട്, ഒന്ന് നോക്കാം. എന്താണ് നമ്മളെ സംഭവം? എന്താണ് സംഭവം? ഒരു ക്യാബേജ് ഉപ്പേരിയാണ്. ക്യാബേജ് ഉപ്പേരി സാധാരണ ഉണ്ടാക്കുന്നതല്ലേ? ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ ബേസിക് സംഭവമാണ്, ആർക്കും ഉണ്ടാക്കാം. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ കറി വെക്കാത്ത ദിവസമാണെങ്കിലും നമുക്ക് ഇതിൽ ചോറിൻ്റെ കൂടെ കുട്ടികൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അച്ചാറും ഇത് മാത്രം ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റായിട്ട് ആയിരിക്കും. ഞങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെ. ഉള്ളിപ്പേരി അന്ന് നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ക്യാബേജ് ഉപ്പേരി ഇത് ചോറിൻ്റെ കൂടെ മാത്രം കൂട്ടിയിട്ട് കഴിച്ചാൽ നന്നായി. ഇത് കൂട്ടി ഇതിപ്പോൾ മുറിച്ച് വെച്ചാൽ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ബോധം പോകുന്നുണ്ടാവും എനിക്കെന്താ ഇത് എത്ര വീടുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്ര മുറിച്ചിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. ഇത് കുറച്ച് എന്താ പറയുക ഒതുങ്ങി വരുമ്പോഴേക്കും ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. പിന്നെ എൻ്റെ തന്നെ നമ്മൾ അരി എന്താ പറയുക നമ്മൾ കറി ഇല്ലാണ്ട് ചോറ് കൂട്ടി കുഴക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉപ്പേരി വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കറിവേപ്പില റെഡിയാണ്. കടുക്, ഉപ്പ്, മഞ്ഞൾ, എന്താ ഉഴുന്നുപരിപ്പ്. ഓക്കെ, ഇതൊക്കെ വറവിൻ്റെ ഐറ്റംസ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ആദ്യം നമ്മൾ വറവിട്ടിട്ടില്ല, പിന്നെ ഉപ്പേരി ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് തല തിരിഞ്ഞ് സാധാരണ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിലും തടുക്ക അല്ലെങ്കിൽ വറവ് പിന്നെ ഉണ്ടാവുക. ആദ്യം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ വറവിട ചെയ്യുക. ആസ് യു ഓൾ നോ അല്ലേ, എല്ലാവർക്കും നമുക്ക് ഇങ്ങനെ സൗത്ത് ഇന്ത്യൻ ഭക്ഷണം വെച്ച് ശീലമുള്ള ആൾക്കാരാകുമ്പോൾ കൂടുതലും വെച്ചാൽ കറികളൊക്കെ അല്ല, പക്ഷേ ഇങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം നമ്മൾ ആദ്യം വറവ് ഇട്ടതിന് ശേഷമാണ് അതിലേക്ക് ബാക്കി നമ്മളെ സാമഗ്രികളൊക്കെ ഇടുക. ഇതെന്താ ക്യാബേജും ഉള്ളി, പച്ചമുളക്. ക്യാബേജ്, ഉള്ളി, പച്ചമുളക് കുഞ്ഞായിട്ട് മുറിച്ചിട്ടുണ്ട്. നമ്മൾ ചുവന്നതും പച്ചയൊക്കെ നല്ല എരിവുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് ക്യാബേജിൻ്റെ കൂടെ ആയതുകൊണ്ട് അത്ര കുഴപ്പമില്ല. അവിടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് അമ്മ ഉഴുന്ന് പരിപ്പും കൂടെ ഇടുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റ്. അതിൻ്റെ കൂടെ കടിക്കുമ്പോൾ അതിന് പ്രത്യേകം മണമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവം. ഇത് മുറിക്കുക എന്നുള്ളത് തന്നെ ഒരു പണി. ഇതിപ്പോൾ നമ്മൾ മുഴുവൻ മുറിച്ച് തറച്ചിട്ടു. ഒരു വലിയ ക്യാബേജ് ആയിരുന്നു. മുഴുവൻ എടുത്തോമേ, മുഴുവൻ ക്യാബേജ് മുറിച്ചു. നല്ലൊരു ഉണ്ട, നല്ല മറ്റു വൃത്തിയുള്ളൊരു ക്യാബേജ് ആയിരുന്നു വലിയ. മുഴുവൻ മുറിച്ചിട്ടു. ഉള്ളിയുണ്ട്. മുറിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നത് ഭയങ്കര ഈസി ആയിട്ട് സംഭവമാണ്. ഇത് കേട്ടോ, ചെറിയ ഗോൾഡൻ ബ്രൗൺ മണവും വരുന്നത്, നല്ല മണം വരുന്നുണ്ട്. കറിവേപ്പില കൂടി ഇട്ട് വരുന്നുണ്ട്. ഈ ഒരു മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഭക്ഷണം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ മണം കിട്ടുമ്പോൾ തന്നെ അവർക്ക് കൊതി വരും. അപ്പോൾ ഈ സാധനം കൂടെ കഴിഞ്ഞു. അതാ ഇത്രയല്ലേ ഉള്ളൂ, ഈസിയല്ലേ? ഉണ്ടാവാ. ഇതാണ് വറവ്. ഇതിലേക്ക് നമ്മൾ ക്യാബേജ് ഇട്ടുകൊണ്ടിരിക്കണം. അത് മുഴുവൻ ഇടത്തെന്ന് പറഞ്ഞാൽ അത്ര സ്പേസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കണം ആ പാത്രത്തിൽ. ഒതുങ്ങിയതിന് ശേഷം ചിലപ്പോൾ മുഴുവൻ കയറ്റി, ഞാനാണെങ്കിൽ ഇത് ഹാഫ് കയറ്റിട്ട് ഒന്നത് ഇതായതിനു ശേഷം അടുത്ത് ഇടുള്ളൂ. കാരണം എനിക്ക് അത്രയും എക്സ്പെർട്ടീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇളക്കുമ്പോൾ ചിലപ്പം പകുതി താഴത്ത് പോയി വരും. അപ്പോൾ തന്നെ പ്രോ ആയതുകൊണ്ട് നമ്മൾ മുഴുവൻ ഇട്ടു ഇതിനകത്തേക്ക്. ഞാനോ ഇങ്ങനെ ഇളക്കുമ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ ചൈനീസ് ഉണ്ടാക്കുന്ന പോലെ താഴത്ത് പോകും. പക്ഷേ ഇത് വലിയ വിഷമം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത്ര ഈസിയായിട്ട് ഇളക്കുന്നതാണ്. ഇത്ര ബലം ഞാൻ പിടിക്കുമ്പോഴേക്കും ഒന്നെങ്കിൽ ചട്ടി താഴെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചട്ടിക്ക് സാധനം നിരത്തിയിരുന്നു. ഇതുണ്ട്, ചെറിയ ചെറിയ സ്പ്രിങ്ക്ലിങ്സ് മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ. എന്തൊക്കെയാണെങ്കിലും ഇപ്പം മറന്നിട്ടുണ്ടാവും. ഇതൊക്കെയാണ് എന്താ പറയുക എക്സ്പെർട്ടീസ് നടന്നത്. ചെയ്ത് പ്രൂവ് ആവുന്ന സംഭവം. നമുക്ക് പിന്നെ അന്നൊരു പണിയല്ല. പക്ഷേ ഇതിന് മേലേക്ക് നമ്മൾ മഞ്ഞൾ വെച്ച് വിതറാൻ പോകുന്നത്. വളരെ കുറച്ച് മഞ്ഞൾ, നമ്മൾ ഈ മഞ്ഞൾ നല്ല കളറുണ്ട്, പക്ഷേ അതുകൊണ്ട് എനിക്ക് ഇത്ര ഇട്ടുണ്ടാവുക. പിന്നെ അത് മഞ്ഞളിന് മണം വന്നു കഴിഞ്ഞാലും പിന്നെ ഒരു രസം ഉണ്ടാവില്ല. ഇപ്പോൾ ആവശ്യത്തിന് അവരവരെ കണക്കനുസരിച്ച് അമ്മയോട് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും കണക്കുണ്ടാവില്ല. കാരണം അമ്മ നമുക്ക് തോന്നുന്ന ഒരളവിൽ ഇപ്പം നമുക്ക് ചെയ്ത് ശീലമായതുകൊണ്ട് ആ ഒരളവിൽ അമ്മ ഉണ്ടാക്കുക. അതുകൊണ്ട് ഒരിക്കലും മനസ്സിലാവില്ല. അത് ഞാനും വെയിക്കുന്നത് എങ്ങനെ ഞാൻ പഠിക്കും ഇങ്ങനെ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന്. പക്ഷേ ഇപ്പോൾ എനിക്കും കുറച്ച് വർഷമൊക്കെ മനസ്സിലാവുന്നുണ്ട്. അത്ര എക്സ്പെർട്ട് അല്ലെങ്കിലും അങ്ങനെ കൂടി പോകാണ്ടിരിക്കാൻ ഇതാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ജസ്റ്റ് നമ്മളെ പ്രാക്ടീസിന് മുകളിലാണ്. ഇത് നോക്കാം, ഇപ്പോൾ മഞ്ഞ കളർ വരുന്നില്ല. അത് മിക്സായി വരുമ്പോഴേക്കും മഞ്ഞയായി മാറുകയും ചെയ്യും. പിന്നെ അത് കുക്കായി വരുമ്പോഴേക്കും ഫുൾ മഞ്ഞ കുക്കറി ആയിരുന്നു. ഇതൊക്കെ ഒരു അത്ഭുതമുള്ള കാര്യമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ നോക്കുന്ന സമയത്ത് ആദ്യം ഈ പച്ച സാധനം ഇങ്ങനെ മുറിച്ചിട്ട് വെള്ളയും പച്ചയും കൂടെ മുറിച്ചിട്ട് ഇങ്ങനെ
കുറച്ച് മണ്ണിൽ ഞാൻ വെച്ചാൽ എങ്ങനെയാണ് ഇതൊക്കെ ഇത്രയൊക്കെ ഇട്ട് ഞാൻ എന്താവും എന്നുള്ളത്. പക്ഷെ ഇതിനിപ്പോൾ ഇതാണ് കുറച്ച് വെള്ളമാക്കുന്നത് നമ്മൾ, കാരണം ക്യാബേജ് നമ്മൾ കുറച്ച് കട്ടിയുള്ള സാധനമായതുകൊണ്ട് കുറച്ചൊരു അടിക്ക് പിടിച്ച് വേണ്ടിയിട്ടാണ് കരി പുകയാൻ വേണ്ടിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം ജസ്റ്റ് അതിൽ വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഇതാക്കണ്ട, ഒരു പാത്രം അടച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തരാം. സിമ്മാണത്, സിമ്മായിട്ട് വെച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ശരി. നല്ല ജിംക്കൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ തേങ്ങ തരുമ്പോൾ പ്രത്യേക രസം ഉണ്ടാവും. ഇങ്ങനെ ആദ്യം അമ്മ നമുക്ക് പിന്നെ കാണിച്ചു കേട്ടോ. ഇങ്ങനെ ഇടുന്നത് അമ്മ എന്നിട്ട് ജിംക്ക് ആടുന്നത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് കാണിച്ചതാണ്. നല്ല രസമാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ തേങ്ങ ചിരക്കാൻ ചെറിയ തേങ്ങ കേട്ടോ. ഇത് കുക്കായി വരട്ടെ. ഇത് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടാണ്. അവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം കഴിഞ്ഞു. നമ്മൾ ഇവിടെ എന്താ സംഭവം നോക്കാം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പണി നമ്മൾ മോട്ടർ പുതിയ ഫിറ്റ് ചെയ്യാനായിരുന്നു പരിപാടി. നമ്മൾ മോട്ടർ ഭയങ്കര സ്ലോ ആയപ്പോൾ നമ്മൾ മോട്ടർ ഇട്ടിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്തു. ഇത് പെട്ടെന്ന് നിറഞ്ഞു മറിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരാൾ ഇവിടെ ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ട്. കുറച്ച് നേരം ടി വി ആണെന്ന് വിചാരിക്കുന്നു. അതിന് മുന്നേ ഇവിടെ എന്താ സംഭവം നോക്കാം. ഓക്കെ, ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരി, വേഗം പോകാം. സോറി, ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിപ്പോയോ? കണ്ടോ ഇങ്ങനെ എത്ര മനോഹരമായ മഞ്ഞ കളറായി മാറിയത്. നമ്മൾ അതിനടുത്ത് ഇളക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്ലാസ്റ്റിക് വരുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ തേങ്ങ ചിരങ്ങിയിട്ട് നല്ല അടിപൊളി മണം വരുന്നുണ്ട്. കറിവേപ്പില, മുളക്, ഞാൻ ചെറിയ പരിപ്പ് ഒക്കെ ഇടുമ്പോൾ നല്ല ഇങ്ങനെ ഉള്ളി, ഓഫ്കോഴ്സ് ഉള്ളി ഇതുണ്ടാകും. കാണുമ്പോൾ തന്നെ ഇത് ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്ന ആൾക്കാർ കാണുമ്പോൾ തന്നെ കൊതി വരും. ഉണ്ടാക്കിയിട്ടില്ലാത്ത ആൾക്കാരാണ് ഡെഫിനറ്റ്ലി ഉണ്ടാക്കി വെക്കണം. ചില ആൾക്കാരാണെങ്കിൽ പറയും, ഓ ഈ ക്യാബേജിൻ്റെ തോരനാണ് അത്ര വലിയ കാര്യം, ഏത് വീട്ടിലത് ഉണ്ടാക്കാത്തത്, ഏത് സ്ഥലത്താണ് ഉണ്ടാക്കാത്ത, എത്രയോ കാലങ്ങളിൽ സദ്യക്കാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇതെന്താ ഇത്ര വലിയ കാര്യം എന്ന് പറയുകയും ചെയ്യും. ഓഫാക്കാണ്, തീ ഓഫാക്കണേ. അടച്ചു വെക്കാം. അപ്പോൾ ഇത് നമ്മൾ പൊത്തിച്ചിട്ടുണ്ട്. തീ ഓഫാക്കി എന്താ അടച്ചു വെക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ക്യാബേജ് ഉപ്പേരി. ഇന്ന് നമ്മൾ കറിയില്ലല്ലോ, കറി ഇല്ലാണ്ട് നമ്മൾ അച്ചാറും ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് അച്ചാർ കേട്ടോ. ഞങ്ങൾ ഇന്നലെ പോയി വാങ്ങി തീരാനായതുകൊണ്ട് പ്രവീൺ അച്ചാറിന് ഇത്ര വർഷങ്ങളായിട്ട് ഞങ്ങൾ കഴിക്കുന്നില്ല. പക്ഷെ എന്നാലും ഞങ്ങളുടെ ഫേവറേറ്റ് അച്ചാർ. പക്ഷേ മാംഗോ പിക്കൽ ഉണ്ടോ, മിക്സും കിട്ടും ഇതിൽ, ലെമണാണ് ഇത്. പക്ഷേ ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. ഇതും നമ്മളെ സാധാരണ നാടൻ പപ്പടവും ചോറും ഈ ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ സോർട്ട് കിട്ടും. മരി വറക്കാൻ പോവാണ്. അരി വറുക്കുന്നതോടെ കാണാൻ അതിൻ്റെ കൂടെ ഒന്ന് ചെറുതായിട്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ സമയം ഒരാൾ നമ്മൾ പറഞ്ഞില്ലേ ഇത് അടച്ചു വെക്കാൻ നമുക്ക് ഒരു അടപ്പുണ്ടായിരുന്നു, പൊട്ടിപ്പോയിരുന്നത്. അപ്പോൾ ഏതോ ഒരു ആൻറ്റിയോ ഒരു അങ്കിളോ എനിക്ക് ഓർമ്മ കിട്ടില്ല പാരുന്നത്. പക്ഷെ ആരോ നമുക്ക് സജഷൻ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉജാലന്റെ കുപ്പി തല അതിന്റെ തലഭാഗം വെട്ടിയിട്ട് ഇതിങ്ങനെ ഇട്ട് വെച്ചാൽ ഇത് കറക്റ്റ് അളവായിരിക്കും. അപ്പോൾ ഇത് സേഫ് ആയിട്ട് നിൽക്കും എന്നുള്ളത് നല്ല സജഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം അവർക്ക് താങ്ക്സ്. പക്ഷെ നമ്മളെ വീട്ടിൽ ഉജാല വാങ്ങാറില്ല. അതുകൊണ്ട് ഉജാലന്റെ കുപ്പി നമ്മളെ വീട്ടിലില്ല. അതുകൊണ്ട് ആ ഒരു ചാൻസ് ഇല്ല. ഇനി ഇതിന് പാകമുള്ള വേറെ ഏതെങ്കിലും കുപ്പി കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇടുന്നതായിരിക്കും. ചിലപ്പോൾ ഇതിന്റെ മുടിയായിട്ട് കിട്ടായിരിക്കും വാങ്ങാൻ. എന്തിനു മുടിയായിട്ട്? ഇതിന്റെ മുടി കിട്ടും ഡെഫിനറ്റ്ലി. നമ്മൾ വേറെ കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ ഇതുണ്ട് ഇത്രയും സാഹസികമായിട്ട് നമ്മളന്ന് ഫസ്റ്റ് നമ്മളിട്ട വീഡിയോ എന്തായിരുന്നു? അതെ, ആദ്യം യൂട്യൂബ് തുടങ്ങിയപ്പോൾ നമ്മൾ ചോറ് വാർക്കുന്നത് എങ്ങനെയാണെന്നാണ് ഒരു വീഡിയോ നമ്മൾ ഇട്ടത്. ചോറ് വാർക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. നമ്മൾ ചോറിങ്ങനെ അത് കുറേ പേര് കാണുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, കുറെ പേര് കോമഡി ഒക്കെ ചെയ്തു. ഭയങ്കര ജോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയില്ല, ഇത് കണ്ടതിന് ശേഷം ഞങ്ങൾ ചോറ് വാർക്കാൻ പഠിച്ചത്. അതുവരെ ഞങ്ങൾ ചോറ് തന്നെ കഴിക്കുന്നു. അല്ല, ഇങ്ങനെ ചോറ് ഇങ്ങനെ വാർക്കുന്നത് എല്ലാവർക്കും അറിയാം. നമ്മൾ കാണിച്ചത് ഇങ്ങനെയല്ലായിരുന്നു. മറ്റേ സ്റ്റാൻഡ് പോലെ സാധനമല്ലേ, അത് എല്ലാവർക്കും ഇല്ലല്ലോ. നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പൊ കുറച്ച് കല്ലായിട്ട് വാങ്ങിയിട്ട് അങ്ങനത്തെ സാധാരണ ഇങ്ങനെ ചോറ് വാർക്കും. അതിനുശേഷം ഇങ്ങനെ കഞ്ഞിക്കലത്തിൽ ഇങ്ങനെ കമഴ്ത്തി വെക്കലാണ്. ഇതിപ്പം സ്റ്റാൻഡിൽ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് വീണ്ടും ഒന്നും കൂടെ ഫസ്റ്റ് വീഡിയോ റീക്രിയേറ്റിംഗ്. ഈ സാധനം കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ശരി ഇതൊരു കണ്ടിട്ടില്ലാത്ത ആൾക്കാരെ, നാട്ടിലത്തെ ആൾക്കാരെ കണ്ടിട്ടില്ല, ഇവിടുത്തെ ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ വെരി സിമ്പിൾ. ഒരൊറ്റ ഒരു കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചതാണ് സംഭവം. ഇതിൻ്റെ അടിയിലൊരു ഇവിടുന്ന് ഒറ്റി വീഴുന്നത്. ബാക്കിയുള്ളത് ആദ്യം വെച്ചാൽ പഴയ എന്തെങ്കിലും ഒരു ചെറിയ പാത്രം കൂടെ അതിനിടയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് സമയത്ത് പിന്നെ ഇങ്ങനെ തലവുത്തന കുറ്റുന്ന കാണിച്ചോളൂ. അവിടെ വെച്ചിട്ട് പോകാം, നമുക്ക് കുറെ കഴിഞ്ഞ് വന്നാൽ അതായിട്ട് വേണ്ട. ഓക്കെ, കണ്ടോ ഇങ്ങനെ ഒട്ടി വീഴും. ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രം വെക്കണം, കാരണം വറ്റും കൂടെ അതിൻ്റെ കൂടെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഒട്ടിക്കൊള്ളും. അപ്പോൾ നമ്മുടെ ടൈമിൽ നമ്മൾ അവിടെ തൂക്കി വെച്ചിട്ട് നമ്മൾ വേറെ പണിക്കൊക്കെ പോയി അല്ലെങ്കിൽ എല്ലാം വേറെ കുക്കിങ് വെച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ
നമ്മളെ പണിയെല്ലാം തീർത്ത് വരുമ്പോഴേക്കും ചോറെല്ലാം എല്ലാം വെള്ളമെല്ലാം ഊറ്റി നല്ല പ്രോപ്പറായിട്ടുണ്ടാവും, കഴിക്കാൻ പാകത്തിനായിട്ടുണ്ടാവും. അമ്മയോടൊക്കെ ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അമ്മ എപ്പോഴും തിന്നാൽ അങ്ങനെ വൃത്തിയാക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ആ ശീലം വന്നത്. എല്ലാം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ തിന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്തു. ഇത് ഈ പാത്രങ്ങൾ നമ്മൾ കഴുകാത്തത് പറഞ്ഞാൽ ഇതെനിക്ക് കഴുകാൻ വേണ്ടി വെച്ചിട്ടുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാ എന്താ പറയുക, ആരോ ഒന്ന് വിളിക്കുന്നുണ്ട്. അത് ബബ്ലുവിൻ്റെ ഫ്രണ്ട്സാണ്. ഉറങ്ങി, ഇത് ബബ്ലുവിൻ്റെ ഫ്രണ്ട്സാണ് കാണുന്നത് കേട്ടോ. അവിടെ വന്ന് നിൽക്കുന്നത് ബബ്ലുവിനെ വിളിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്, ബബ്ലുവിനെ കാണാൻ വേണ്ടി. അങ്ങനെയൊക്കെയാണ്. നമ്മളെ ചെക്കന് ഭയങ്കര ഫാൻസാണ്. അവരിവനെ കാണാൻ വേണ്ടി വന്ന് വിളിച്ചേ. അവർ ഉറങ്ങുകയെന്ന് അച്ഛൻ പറയുന്നുണ്ട്. അതോ ഇതൊക്കെയാണ് അവൻ്റെ ഫ്രണ്ട്സ് കണ്ടോ. അവർ ട്യൂഷന് പോകുന്ന വഴിക്കൊക്കെ ഇവനെ വിളിക്കാൻ വന്നത്. പക്ഷേ ചെക്കൻ കണ്ടിട്ട് വന്ന് സ്നേഹമാക്കാൻ വേണ്ടിയാണ് ചെക്കൻ ഇവിടെ ഉറക്കാണ്. അമ്മ ഉണ്ടോ വെള്ളം കുടിക്കുന്നത്? അമ്മ ഇരുന്നിട്ട് വേണം വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇരുന്നിട്ട് വേണം വെള്ളം കുടിക്കാൻ. നമ്മളെ മുട്ടിന് അത് പിന്നെ പ്രായമാകുമ്പം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് പ്രയാസമാകുമെന്ന് പറയുന്നത് കേട്ടു. പക്ഷേ ഇതുപോലെ എപ്പോഴും വെള്ളം നമ്മൾ കുടിക്കണം ഇടയ്ക്കിടയ്ക്കായിട്ട്. ഇതുണ്ടോ ഇത് അമ്മേൻ്റെ ബോട്ടിലാണ്, അഞ്ചുറൂമ ബോട്ടിലും ഇത് അമ്മേൻ്റെ സ്വന്തം ബോട്ടിലാണ്. പക്ഷെ ഞങ്ങളെല്ലാവരും ഇതൊന്നും കുടിക്കും കേട്ടോ, അത് വേറെ കാര്യം. ഇത് അച്ഛൻ വാങ്ങിയൊരു സംഭവം, ഇന്ന് അച്ഛൻ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നാണിത്. ഇതെന്താ പറയുക, വേറെന്തോ ഒരു പേരും കൂടെ പറയാലോ. സപ്പോർട്ടെന്ന് പറയും, ചിക്കൂന്നും പറയും. സപ്പോർട്ടാണ് അല്ലേ, ചിക്കു എന്ന് പറയും. ഇത് നമ്മൾ ഓർമ്മിട്ടമേ അമ്മേൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ സമയത്ത് നമ്മൾ മരുന്ന് വെച്ചാൽ വലിയ ചിക്കു ഞാനത് കഴിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ജീവിതത്തിൽ ഇത്രയും ടേസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടില്ല. അടിപൊളി. ഇത് നമ്മൾ മാങ്ങ സീസൺ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. പക്ഷേ സന്തോഷം കണ്ടോ, കണ്ടപ്പോൾ ഹാപ്പിനെസ് കണ്ടോ. എത്രത്തോളം മധുരമുണ്ടെന്ന് അറിയില്ല. ഫസ്റ്റ് ടൈം ഈ വർഷത്തെ ആദ്യത്തെ പഴുത്ത മാങ്ങയാണത്. ഇത് കഴിച്ച് നോക്കട്ടെ. ഇങ്ങനെ ബോക്സിൽ വന്നതാണിത്. ഇന്ന് ഓർഡർ ചെയ്ത ഇത് കിസാൻ കണക്റ്റ് നല്ല സംഭവം. ഇതും വാങ്ങിയിട്ടുണ്ട്. ഓ പപ്പായ. ഇതിൻ്റെ വേറൊരാളാണ് ഈ ആൾ. ഇതിൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറഞ്ഞ ആൾ ഇതാ ഈ ഉറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആളാണ്. ഇവൻ്റെ ഫേവറേറ്റാണ് പഴം, പപ്പായ, അതൊക്കെ അവൻ്റെ ഫേവറേറ്റാണ്. പപ്പായ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവന് കൊതി വന്ന് ഞാൻ ടേബിളിൻ്റെ മുകളിലേക്ക് നോക്കിയിട്ട് നമ്മളെ കാണിക്കും, അത് ഇവിടെ ഉണ്ട്, ഇത് മുറിച്ച് തരണം എന്നുള്ളത്. ഇവിടെ പപ്പായ ഉണ്ട്, ഇവിടെ പഴമുണ്ട്. ഇത് രണ്ടും അവൻ്റെ ഫേവറേറ്റാണ്. ബാക്കി കുറച്ചൊക്കെ കഴിക്കും അവൻ. വാട്ടർമെലൺ അതൊക്കെ കഴിക്കും. അപ്പം അമ്മ അല്ല പണിയും തീർത്താവേ ഇന്നത്തെ തീർന്നോ? പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ടി വി കണ്ട് റിലാക്സ് ആവട്ടെ. ഫാനും ഫുൾ സ്പീഡിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് റിലാക്സ് ആവട്ടെ അല്ലേ. ക്ഷീണിച്ചു അമ്മ. കാരണം അത്ര ഇന്നത്തെ പണി വലിയ കാര്യം ഉണ്ടായിട്ടുള്ള പണിയായിട്ടുണ്ടല്ലോ. അമ്മത്തെ ചൂട് ശീലമാണ്. പക്ഷെ ചൂട് നമുക്ക് അടുക്കളയിൽ ഫാൻ ഇടാൻ പറ്റില്ലല്ലോ. എക്സോസ്റ്റ് മാത്രമേ ഇടാൻ പറ്റില്ല, വേറെ ഫാൻ ഇടാൻ പറ്റില്ല കേട്ടോ. മുടിയൊക്കെ തുറന്നിടുന്നത് രാവിലെ കുളിച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പ് കുത്തി വെക്കും. പണ്ടാണ് ഉണ്ടായിട്ട് കെട്ടി വെക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ വെച്ചാൽ ഉണങ്ങുന്നില്ല. ഞങ്ങളൊക്കെ ചീത്ത പറഞ്ഞ ശേഷം ഇപ്പോൾ ക്ലിപ്പായിട്ട് കുത്തിയിട്ടിട്ട് എപ്പോഴും ഉണങ്ങിയിട്ടില്ല. കാണിച്ചു പോകാൻ മുടിയും ഉണ്ടോ എപ്പോഴും നനവുണ്ട്. എന്നിട്ട് അതുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ടി വി കണ്ടിട്ട് റിലാക്സ് ആവട്ടെ. സമയം 12 നിങ്ങളെ വീട്ടിൽ നിന്ന് സഹായിക്കുന്ന ആൻറ്റി വരാൻ സമയമായി. ഇപ്പോൾ വരും, ഒരു 10 മിനിറ്റിൽ വരും. അപ്പോൾ നമ്മളെ മോട്ടറിൻ്റെ പണിയും കഴിഞ്ഞു ഓൾമോസ്റ്റ്. പറഞ്ഞു നന്നായി. മോട്ടർ ഓഫ് ആക്കട്ടെ. പുതിയ മോട്ടറാണ്. ഫാസ്റ്റായിട്ട് നിറഞ്ഞു പോയാൽ പിന്നെ ഇത്രയും വെള്ളം വേസ്റ്റ് ആവട്ടെ. ഇപ്പോൾ ചൂടുകാലമല്ല, അല്ലെങ്കിലും വെള്ളം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ശരി എന്നല്ല അമ്മേ. ഇന്നത്തെ നമ്മുടെ ഉപ്പേരിൻ്റെ വ്ളോഗ് അതിൻ്റെ പേരാണ്. ഓക്കെ.